الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على أشرف خلق الله شفيعنا وسيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وعباده الله. أما بعد، ഇത്രയും സുദീർഘവും വർണ്ണിക്കാൻ കഴിയാത്ത നിലക്കുള്ള ആദരിക്കൽ പരിപാടി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിന് അങ്ങനെയാണെങ്കിൽ ഒരുങ്ങി വരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ സന്തുഷ്ടനാണ്. എന്നെ ബഹുമാനിക്കുക എന്നുള്ളത് ഒരിക്കലും അത് ബഹുമാനത്തിന് ഞാൻ അർഹനല്ല. കാരണം ഒരുപക്ഷെ നിങ്ങളിൽ കൂടുതൽ പ്രായമുണ്ടാവുന്നവരോടാണ് അല്ലാഹു ചോദിക്കുക, അവലം നഹമ്മിലുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. നിങ്ങൾക്ക് ചിന്തിക്കാൻ നിലക്കുള്ള ആയുസ് നമ്മൾ തന്നില്ലേ? അതിനെ വിനിയോഗിക്കാൻ വേണ്ടിയിരിക്കുന്ന മുന്നറിയിപ്പുകാരായിരിക്കുന്ന മഹാന്മാരെയും അമ്പിയാക്കളെയും നൽകിയില്ലേ എന്നുള്ളതാവും ചോദ്യം ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ആയുസ് എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് പറയാൻ ബാധ്യസ്ഥരാണ്. അതേസമയത്ത് വലൻ യഖ്ബലല്ലാഹു മിനൽ അഅ്മാലി ഇല്ലാ മാ കാന സാലിഹൻ ധാരാളമായിട്ടും ഹദീസും ആശയം ഉൾക്കൊള്ളുന്നതാണ്. കുറെ പ്രവർത്തിച്ചു എന്നതുകൊണ്ടൊന്നും അല്ലാഹു തആലാന്റെ അടുത്ത് സ്വീകാര്യമാവുകയില്ല. മഹാന്മാരായിരിക്കുന്ന ആളുകൾ സക്കാത്ത് കൊടുത്തിട്ട് കാര്യം ചരിത്രത്തിൽ കാണും. അതെന്താ കൊടുത്തിട്ട് കാര്യം? അത് കൊടുത്തിട്ട് പൈസ കുറഞ്ഞതിലല്ല, പറിച്ച് അല്ലാഹു തആല സ്വീകരിച്ചോ എന്നുള്ള പേടിക്ക. അങ്ങനെയുള്ള ചരിത്രമൊക്കെ ഞാനിവിടെ ആലിമികളും ഒക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. ഒരു കാര്യമേ സന്തോഷത്തിലോ, അതായത് നമ്മുടെ ശിഷ്യന്മാർ ജാമിഅ സ്റ്റേജിലുള്ളതിരിക്കുന്ന വിദ്യാർത്ഥികളായി ജീവിച്ചിരിക്കുന്ന ശിഷ്യന്മാർ, അവർ സ്റ്റേജിനെ ഉറപ്പുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്നതിൽ ഞാൻ സന്തോഷമാണ്. അതുമാത്രമേ എന്നെ സന്തോഷിപ്പിക്കുള്ളൂ. കാരണം കേരളത്തിൽ ആദ്യമായി മറ്റൊരു വിശേഷത, മഹാനായ സാദിഖ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങൾ ആരംഭം മുതൽ ഇന്നേ വരെ പ്രസിഡന്റായ ഒരു ചരിത്രം സ്റ്റേജിലേക്ക് മാത്രമേ. അതേസമയത്ത് ജാമിഅ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അതുപോലെ തന്നെ എന്റെ സ്വദേശവും ഒരു കാലത്ത് ഞങ്ങളുടെ തലസ്ഥാനമായിരുന്നു, ജില്ലാ തലസ്ഥാനമായിരുന്നു മംഗലാപുരം. ആ ചെറുപ്പത്തിലെ വന്ന ഓർമ്മ. അന്ന് സൗത്ത് കന്നഡ ജില്ല, ഇന്ന് സൗത്ത് കന്നഡ ജില്ലയെങ്കിലും അതല്ല. അത് 7 താലൂക്കുകളുള്ള ലാസ്റ്റ് കാസർഗോഡ് താലൂക്ക് അവസാനിക്കുന്ന 7 താലൂക്കാണ് അന്ന്. അതിൽ ദക്ഷിണ കർണാടക ജില്ല എന്നുള്ള നിലയ്ക്ക് അറിയപ്പെട്ട പഴയ കാലത്തെ കർണാടകത്തിലിരിക്കുന്ന പ്രദേശം എന്ന നിലയ്ക്ക് തീർച്ചയായും ഇവിടെ സംഘടിച്ച ആലിമികളും ദീനീ സ്നേഹികളായിരിക്കുന്ന പണ്ഡിതന്മാരും അതേപോലെ ഉമറാക്കളും ആ സ്ഥാപനവുമായി കടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സംസാരിക്കാൻ നിർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അതേസമയത്ത് 42ാമത്തെ വർഷം പൂർത്തിയാക്കുന്ന മഹത്തായിരിക്കുന്ന സ്ഥാപനം ഇന്നും സ്വയം സമ്പൂർണം അല്ല എന്നുള്ള കാര്യം ശൈലികളും ഗുണകാംക്ഷകളുമായിരിക്കുന്ന ഉമറാവും വിലമാവും ഓർമ്മയിലിരിക്കണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അടിസ്ഥാനം അവിടെ നിന്ന് ആരംഭിച്ചതുകൊണ്ട് തന്നെ ഇന്ന് റബ്ബിന്റെ തൗഫീഖോടുകൂടി അടുത്ത് തന്നെ മദ്ഹർ, അവിടെ നിന്ന് അങ്ങോട്ട് മദീന, പിന്നെ ദാറുൽ ഇർഷാദ്, അവിടെ പുത്തിക, മുഹിമ്മാത്ത്, ഇങ്ങനെ സ്ഥാപനങ്ങൾ ഈ ഭാഗത്ത് ധാരാളം വന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അതിന്റെ എല്ലാം അടിസ്ഥാനം അടിത്തറ ശൈലിയാണെന്നുള്ള കാര്യം ആരും വിസ്മരിക്കരുത്. അതുകൊണ്ട് തന്നെ അത് കൈവിടാതെ പൂർത്തിയാക്കേണ്ടത്
പ്രത്യേകിച്ചും കർണാടകത്തിലുള്ള മുസ്ലിം സമുദായത്തിന്റെയും പണ്ഡിതന്മാരുടെയും ഉമറാക്കളുടെയും ബാധ്യതയാണ് എന്ന് ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ആരംഭ റസൂൽ പഠിപ്പിച്ചത് അങ്ങനെയാണ്. സുൻഫാനും ബുദ്ധി ഇതാ സലഹ സലഹന്നാസുഖ്യവും ഇതാ ഫസദ ഫസദന്നാസുഖല്ലും. രണ്ട് വിഭാഗം എന്റെ സമുദായത്തിൽ. അവർ നന്നായാൽ സമുദായം നന്നാവും, നേരെ മറിച്ച് അവർ ദുഷിച്ചാൽ സമുദായം ദുഷിക്കും. അപ്പോ ആ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ സമ്മേളിച്ചു എന്ന് കാണുന്നതും വലിയ സന്തോഷം ആണ്. അത് നിലനിൽക്കണം. ഇല്ലാത്ത പക്ഷം ഒരു കാര്യം ഇസ്ലാമിക സ്റ്റേജിന്റെ സന്ദേശം തന്നെ ഇമാം ഷാഫി റളിയല്ലാഹുവിനോട് ഇമാം ഗസാലി പറഞ്ഞു കാണും. ഒരാൾ എങ്ങനെയാ ആലിമാവുക, ഒരാൾ എപ്പോഴാണ് ആലിമാവുക, അതിന് ഇമാം ഷാഫി റളിയല്ലാഹു മറുപടി പറഞ്ഞു. ഓൻ പഠിക്കുന്ന ഇൽമിൽ അഗാധതയോട് കൂടി തഹ്ഖീഖാക്കുക ഒന്ന്. രണ്ടാമത് മറ്റെല്ലാ ഇൽമും നോക്കിയിട്ട് അതിൽ ഫലപ്പെടുന്നതുണ്ടോ എന്ന് കൂടി പരിശോധിച്ചു. നമ്മളിപ്പോ ചെറിയ ഇൽമു പഠിക്കുന്നു, അതിൽ അഗാധത വേണം, അതോടൊപ്പം ബാക്കിയുള്ള ഇൽമും വേണം എന്നാണ് ഇമാം ഷാഫി നമ്മൾ സൂചിപ്പിക്കുന്നത്. ബാക്കിയുള്ള ഇൽമും കൂടി വേണം. എന്നിട്ടോ അതിൽ ഫലപ്പെടുന്ന ഏതാണെന്ന് നോക്കണം പഠിക്കണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് രണ്ട് നിരക്കുള്ള ഇൽമും ഒപ്പം കരസ്ഥമാകാതെ ഈ സമുദായത്തിന് നിലനിൽപ്പില്ല എന്ന് സമസ്തമാർ തീരുമാനിക്കുകയും അതിന്റെ പ്രാഥമികമായിരിക്കുന്ന അടിത്തറ എന്നുള്ള നിലയ്ക്ക് ജാമിഅ ശരിയ ആരംഭിക്കുകയും ചെയ്തു. അല്ലാതെ ഒട്ടിഘോഷിക്കുന്ന നിലയ്ക്ക് അർഹമായിരിക്കുന്ന എല്ലാ പ്രവർത്തനവും ചെയ്തു ഒരിക്കലും അവകാശപ്പെടാൻ നമുക്കൊന്നും സാധ്യമല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിരിക്കുന്ന നിയമത്തിന് ആർക്കാണ് ശുക്ർ ചെയ്യാൻ കഴിയുക? ആർക്കും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ശുക്ർ സാധിക്കാതെ കഴിയുന്ന നിലക്കുള്ളതായിരിക്കുന്ന പ്രവൃത്തി ചെയ്തുവെന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ ആലിമീങ്ങൾക്കും ഉമറാക്കൾക്കും എല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ സമ്പൂർണ്ണമല്ലാത്തൊരു സ്ഥാപനമാണ്. അതിന് വലിയ ചെലവുകൾ, സാധാരണ നിത്യ ചെലവും, അതുപോലെ ഓഫീസിന് പറഞ്ഞെങ്ങനെയാണ് 3 ലക്ഷം രൂപ സ്ഥാനവസ്ത്രത്തിന് തന്നെ വേണം. അപ്പൊ സ്ഥാപനത്തിന്റെ വലിപ്പം കണക്കാക്കാൻ 3 ലക്ഷം രൂപ സ്ഥാനവസ്ത്രത്തിന് തന്നെ വേണം ഈ സമ്മേളനം 15-ാം തീയതി. അപ്പൊ അങ്ങനെ ഉയർന്ന സ്ഥാപനമാകുമ്പോൾ പ്രത്യേകിച്ചും ഈ ഭാഗത്തുള്ളതായിരിക്കുന്ന ആലിമീകളുടെ ഉത്സാഹവും ഉമറാക്കളുടെ സഹായവും, ആലിമീകളുടെ ഉത്സാഹവും ഉമറാക്കളുടെ സഹായവും അതുകൊണ്ട് മുമ്പോട്ട് പോകും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അത് ഇഖ്ലാസായും കൊണ്ട് പൂർത്തിയാക്കാൻ അതിന്റെ ഫലം ആഖിറത്തിൽ കരസ്ഥമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രവർത്തിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ചും ഇവിടെ ആദ്യമായി ആരും തുടങ്ങിയതില്ല, പഴയ കുടുംബം എന്നുള്ള നിലക്ക് ബന്ധപ്പെട്ട ഏനപ്പിന്റെ പഠിപ്പിച്ച അതാണ് ആദ്യത്തെ സാധ്യത. പിന്നെയാണ് ഇവിടെ ഈ സ്റ്റേജിൽ വെച്ച് കാണുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? മംഗലാപുരം ഓർമ്മ വരുമ്പോഴും ഇവിടെ പണ്ഡിതന്മാരെ ഉമറാക്കൾ ഓർമ്മ വരുന്നു, അതും വിസ്മരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ വിനിയോഗിക്കേണ്ടത് ആലിമീകളുടെ കടമയാണ്. അതുകൊണ്ട് ആലിമീങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തെ പ്രത്യേകിച്ചും ഉയർത്താൻ ശ്രമിക്കുകയും ഉത്സാഹിക്കുകയും തൗഫീഖോട് കൂടി നടത്തുകയും വേണം. അതിലെല്ലാം ഇഖ്ലാസ് ഏറ്റവും പ്രധാനമാണ്. ഇത് കാണുന്ന അവസരത്തിൽ ഏറ്റവും ഭയം അതാ. അള്ളാഹു ഇതെല്ലാം ക്ലിയറായിട്ട് ഒരിക്കൽ കരഞ്ഞു പറഞ്ഞ പോലെ ഞമ്മക്ക് അമലിന്റെ പ്രവൃത്തി ദുനിയാവിന്റെ ഭൗതികമായി തന്നെ എത്തിപ്പോയോ എന്ന് വിലപിച്ചുകൊണ്ട് ചോദിക്കേണ്ട ഭയപ്പെടേണ്ട കാര്യമാണ്. അതുകൊണ്ട് അതിൽ പെടാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഇഖ്ലാസായി കൊണ്ട് ആഖിറത്തിൽ കൂടിയിട്ടുണ്ടാക്കി നമ്മുടെ ഈ സഭയുള്ളൂ നമ്മുടെ പ്രവർത്തനം എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക التواب الرحيم. اللهم لا تضيعنا ولأهلنا ولأزواجنا وذرياتنا ولمن عاننا ذنبا إلا غفرته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا كربا إلا كسرته ولا ضرا إلا أزلته ولا فسادا إلا صلحته ولا حاجة من هوائي الدنيا والآخرة لك فيها جرم ولنا فيها صلاح إلا قضيتها
ويسرتها يا رب العالمين. اللهم اشف امراضنا وامراض مرضانا يا شافي الامراض، واكشف كروبنا وكروبهم، واحسن واقبنا وعواقبهم في الامور كلها، واجرنا من خزي الدنيا وضيقها وآفاتها وعذاب الاخره، وجميع اعمالنا كلها صالحا خالصا لوجهك الكريم. ربنا لا تردنا خائبين، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. السلام عليكم ورحمه الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على كل عبد مصطفى وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل